നിങ്ങളിപ്പോൾ ഇത്ര നേരം കേൾക്കണ്ടോ ഇതെന്താണ് സുഹാന മാത്രമേ ഉള്ളല്ലേ? യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ എല്ലായിടത്ത് പറയണ്ടായിരുന്നു പ്ലാനിങ് സംതിങ് ബിഗ്. അപ്പോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോണത്. സോ അതെന്താന്ന് നിങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് എൻ്റെ പൊന്നാര മക്കളെ, പൊന്നുമക്കളെ, ഒരു കാര്യം പറയുകയാണ്. ബഷീർ ബഷി ഈ ചെയ്തത് വളരെ വളരെ മോശമായി. പൊന്നാര ബഷീറെ, ഒരു കാര്യം പറയുകയാണ്. നീ ഒന്നല്ല 10 പെണ്ണ് വേണമെങ്കിലും കെട്ടിക്കോ, പക്ഷേ പൊന്നാര മോനെ 10 ഒരുപോലെ നോക്കണം. അതായത് ഒരുത്തിയെ നല്ലോണം സ്നേഹിക്കുന്നു, മറ്റൊരുത്തിയെ വീട്ടിൽ മിണ്ടാണ്ട് ഇരുത്തിക്കുന്നു. എന്താണ് ബഷീറെ? അപ്പോൾ എന്താണ് മഷൂറ മഷു, അതിനുശേഷം ഷുഹാന ബഷീർ, പിന്നീട് ബഷീർ ബഷീർ പ്രശ്നം, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ചെടിക്ക് ഒഴിച്ച് ആ ചെറിയ പർഗോളയിലുണ്ടായിരുന്ന അവിടെയും വെള്ളം ഒഴിച്ച് അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ അത് ഇങ്ങനെ ഇരിക്കണത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വയ്യ, എനിക്ക് എനർജി ഇല്ല. ഇപ്പം കുറച്ച് എനർജിയൊക്കെ എടുത്തിട്ട് വേണം പതിയെ കാർഡിയോ ഒക്കെ തുടങ്ങി കുറച്ച് വർക്കൗട്ട്സൊക്കെ ചെയ്യാൻ. ഇൻഷാല്ലാ അത്ര ശക്തി ആവട്ടെ പെട്ടെന്ന്. അൺഹെൽത്തി സ്റ്റൈലിൽ നിന്ന് ഹെൽത്തിലോട്ട് തന്നെ വന്നാൽ പഴയതുപോലെ. പക്ഷെ കുഴപ്പമില്ല. പൊന്നാര മക്കളെ, ഇവിടെ ഷുഹാനയുടെ കണ്ണ് നിങ്ങൾ നോക്കണം. ഇവിടെ ഷുഹാന പറയുന്നുണ്ട്, കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഹെൽത്തിയായി ഫിറ്റല്ല. അതായത് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ പറയാനൊന്നും സാധിക്കൂല. അപ്പോൾ എന്താണ് ബഷീർ ബഷി ഷുഹാനയോട് ചെയ്തത്? അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ ക്ലിയറായി കൃത്യമായി മനസ്സിലാവും. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. നിങ്ങളിപ്പോൾ ഇത്ര നേരം കേൾക്കണ്ടോ ഇതെന്താണ് സുഹാന മാത്രമേ ഉള്ളല്ലേ? യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു സർപ്രൈസ് എന്ന് പറയണോ, എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല. മഷു വീഡിയോ എടുക്കണുണ്ട്, എന്തായാലും പോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇടുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾ അറിയണമായിരിക്കും. മഷുവും ബഷിയും എബ്രവും ബാങ്കോക്കിലാണ് ഗൈസ്. പൊന്നാര മക്കളെ, സർപ്രൈസ് എന്ന് പറഞ്ഞത് അതായത് മഷൂറയും ബഷീറും ബാങ്കോക്കിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ഇവളെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? അതിനൊരു നാറിയ മറുപടിയാണ് ബഷീർ ബഷി തരുന്നത്. അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ വെക്കാം. അതായത് ഈ ഷുഹാനയെ വീട്ടിൽ ഇരുത്തിക്കൊണ്ട് മഷൂറയെ കൊണ്ട് ഇവൻ ബാങ്കോക്കിലേക്ക് പോവുകയാണ്. എന്താടാ, അതായത് നീ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 2 വൈഫിനെയും കൂടി കൊണ്ടുപോകണ്ടേ? നിങ്ങൾ ചെറിയൊരു കാര്യം ചിന്തിച്ചാൽ മതി. അതായത് ഷുഹാനയുടെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. എന്ത് ചിരിച്ചുകൊണ്ടാണ് ഷുഹാന പറയുന്നത്. ഇവിടെ ഇത് സർപ്രൈസ് എന്ന് ഞാൻ പറയണോ? അങ്ങനെയൊന്നും പറയുന്നില്ല. അതായത് മഷൂറയും ബഷീറും ബാങ്കോക്കിലേക്ക് പോയി എന്ന് ഒരു പറയണോ വേണ്ടേ എന്ന് മൂഡ് ഓഫിലാണ് പറയുന്നത്. അപ്പം തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ബാങ്കോക്കിലേക്ക് ഇവളെയും കൊണ്ടുപോവാത്തത് ഇവൾക്ക് നല്ല രീതിയിൽ വേദനയുണ്ടെന്ന്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. എല്ലാം പെട്ടെന്ന് സഡൻ പ്ലാനായിരുന്നു. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ആഗ്രഹമൊക്കെ വന്ന്, എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ. അപ്പോൾ മഷുവിൻ്റെ ഓൺ ബ്രാൻഡിൽ, മഷു ഇട്ട പേരിൽ ഓൺലൈൻ സ്റ്റോറ് വരികയാണ്. രാവിലെ എത്തി, സേഫായിട്ട് എത്തി, കുഴപ്പമൊന്നുമില്ല. എബ്രു ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവനിപ്പോൾ വലുതായതിന് ശേഷം കുറച്ച് അറിവ് വന്ന ശേഷം പോണതാണ് പുറത്തോട്ട്. കുഴപ്പമൊന്നുമില്ല. അവൻ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഫ്ലൈറ്റിൽ എല്ലാവരുടെ മേത്തൊക്കെ കയറുന്നുണ്ടായിരുന്നു, ഫ്രണ്ടിലൊക്കെ കയറുന്നുണ്ടായിരുന്നു, ചാടിക്കളിക്കൽ അങ്ങനെയൊക്കെ കുറച്ചുണ്ടായിരുന്നു. തന്നെ ഇപ്പോൾ കുറച്ച് വലുതായതിൻ്റെ ഒരു ഇതുണ്ട്. കുഴപ്പമില്ല, എന്നാലും അവന് കുഴപ്പമില്ലാതെ ഇപ്പോൾ വീഡിയോ കോൾ ഞാൻ രാവിലെ ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ അതിൽ കൊടുന്ന് ഒരു ചോക്ലേറ്റ് ഇന്നുമ്പോൾ എന്നോട് പറയണായിരുന്നു, യമ്മി ഞാൻ പറഞ്ഞു യമ്മി. പാവൻ ഷുഹാന, അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ത് വിചാരിക്കും, നാട്ടുകാർ എന്ത് വിചാരിക്കും, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഷുഹാനയെ ബഷീർ ബഷി കൊണ്ടുപോവാത്തത്? അതിനുള്ള ഉത്തരം ബഷീർ തരികയാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതെല്ലാം അറിയണം. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ 3 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. സുഹാനും പിള്ളേരൊന്നും ഇല്ല. കാരണം ബിസിനസ് പർച്ചേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതേപോലെ ഫാമിലി ആയിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാലോ, മുതലാവൂല. നോക്കൂ, പറയുകയാണ് ഷുഹാനയും കൊണ്ടുവന്നാൽ മുതലാവൂലാണ്. അപ്പോൾ മഷൂറയെ കൊണ്ടുപോയ മുതലാവോ? എന്താണ് ബായ് നീ പറയുന്നത്? നിൻ്റെയും കൂടി വൈഫല്ലേ, എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത്? ഒരു കാര്യം പറയുകയാണ്, മുമ്പൊക്കെ ഞാൻ ഇവരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്. അതായത് ഈ ബഷീർ ഷുഹാനയെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഞാൻ വിചാരിച്ചു എൻ്റെ മാത്രം സംശയമായിരിക്കും, അതിനെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്നൊരു കാര്യം ഉറപ്പായി, അതായത് ഷുഹാന കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്.
വരും ദിവസങ്ങളിൽ സുഹാന ഉറപ്പായിട്ടും ഇതിന് കൂടുതലായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ ബാക്കിയും കൂടി കണ്ടു നോക്കാം. വന്നല്ലോ കുട്ടികൾ. ഇത് വീഡിയോ എടുക്കുന്നോണ്ട് സുനു ഫുൾ ആകായിരുന്നു എന്റെ പണികളൊക്കെ അറിഞ്ഞ. ഞാൻ അനങ്ങി 2 മണിയായി, എല്ലാം 2-2:30 മണി കഴിഞ്ഞിട്ട് ചിക്കനെ വെള്ളത്തിലിട്ട് ഞാൻ ഉച്ചക്ക ഇട്ടത്, അതുകൊണ്ട് മാറിയില്ല. ഇപ്പൊ ഉണ്ടാക്കണം കറി. പിന്നെ ഞാൻ ഇപ്പൊ വിചാരിച്ചു ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നീ വന്ന ശേഷം നിന്നെ കൊണ്ട് ക്യാമറ ചെയ്യാന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഇന്നത്തെ ക്യാമറകളൊക്കെ രസമാണ്. എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സുനു ആണ് കേട്ടോ ഗൈസ്. സുനു സൈഡ് നോക്കി വെയിലത്തായിരുന്നു തോന്നുന്നത്. മൊത്തത്തില് കരിവാളിച്ചിരിപ്പുണ്ട് രണ്ടുപേരും. ഐസ് വിട്ടില്ല ചിക്കന്റെ. അപ്പൊ ബ്രൊക്കോളി കടല ചപ്പാത്തി അല്ലേ. ബ്രൊക്കോളി എന്ന് പറയുമ്പോ ഭയങ്കര വിഷമോ ഒരാൾക്ക്. കുഴപ്പമില്ല, ബാസുനു കമോ. വന്നല്ലോ കുട്ടികൾ. ഇത് വീഡിയോ എടുക്കുന്നോണ്ട് സുനു ഫുൾ ആകായിരുന്നു എന്റെ പണികളൊക്കെ അറിഞ്ഞ. ഞാൻ അനങ്ങി 2 മണിയായി, എല്ലാം 2-2:30 മണി കഴിഞ്ഞിട്ട് ചിക്കനെ വെള്ളത്തിലിട്ട് ഞാൻ ഉച്ചക്ക ഇട്ടത്, അതുകൊണ്ട് മാറിയില്ല. ഇപ്പൊ ഉണ്ടാക്കണം കറി. പിന്നെ ഞാൻ ഇപ്പൊ വിചാരിച്ചു ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നീ വന്ന ശേഷം നിന്നെ കൊണ്ട് ക്യാമറ ചെയ്യിക്കാന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഇന്നത്തെ ക്യാമറയിലൊക്കെ രസമാണ്. എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സുനു ആണ് കേട്ടോ ഗൈസ്. സുനു സൈകം നോക്കി വെയിലത്തായിരുന്നു തോന്നുന്നത്. മൊത്തത്തില് കരിവാളിച്ചിരിപ്പുണ്ട് രണ്ടുപേരും. ഐസ് വിട്ടില്ല ചിക്കന്റെ. അപ്പൊ ബ്രൊക്കോളി കടല ചപ്പാത്തി അല്ലേ. ബ്രൊക്കോളി എന്ന് പറയുമ്പോ ഭയങ്കര വിഷമോ ഒരാൾക്ക്. കുഴപ്പമില്ല, ബാസുനു കമോ. ഓക്കെ, അപ്പോൾ മഷൂറയും ബഷീറും നല്ലൊരു അടിച്ചു പൊളിക്കുകയാണ്. ഇവിടെ സുഹാന ഒറ്റപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വെറുതെ ഇരിക്കുകയാണ്, വീട്ടിലിരിക്കുകയാണ്. പൊന്നാര ബഷീറെ വളരെ വളരെ മോശമായി. കൂടിപ്പോയാൽ നിനക്ക് ചെറിയ ചിലവേ, അതായത് സുഹാനയും മക്കളും എത്ര തിന്നാൽ എന്തൊരു മനുഷ്യനാണ് നീ. അതായത് സുഹാനയെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലാണ് വന്നത്. അപ്പോൾ ഏതാണ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ ബൈ.